ഗുരു ഓം. നടരാജഗുരു രചിച്ച ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം. അധ്യായം 7, വഴിത്തിരിവ്, ഭാഗം 2. ജാതിയും ഗാന്ധിജിയും എന്ന ഉപാധ്യായം. ചിന്താദ്രിപ്പേട്ടിലുള്ള ഒരൊഴിഞ്ഞ വഴിയമ്പലത്തിൻ്റെ വരാന്തയിൽ നന്നേരാച്ചെന്ന നേരത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. പതിവായി വരാറുള്ള വിദ്യാർത്ഥികളെല്ലാം പോയി കഴിഞ്ഞു. അദ്വൈത ഭക്തസഭ എന്ന ഒരു സംഘത്തിലെ ഏതാനും സമുദായ പ്രവർത്തകർ രാത്രി എന്നോടൊത്ത് ശേഷിച്ചു. ഈ സഭ കുളത്തൂർ മുനിസ്വാമി പിള്ള എന്നൊരാൾ സ്ഥാപിച്ച ഒരു മത സാമുദായിക സംഘടനയാണ്. ഇദ്ദേഹം ആദി ദ്രാവിഡരെന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. മുൻതലമുറയിലെ ഇംഗ്ലീഷുകാരായ സാമൂഹിക പ്രവർത്തകർ ഇന്ത്യയിലെ അധകൃത വർഗക്കാർ എന്ന് വിളിച്ചിരുന്ന ഈ വർഗത്തിന് ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന പേരാണ് ആദി ദ്രാവിഡർ എന്നത്. വേറെ ചില ദിക്കുകളിൽ പഞ്ചമർ എന്നും വിളിച്ചു പോരാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ജനത ഒരു കാലത്ത് ഭാരതത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിന്നിരുന്നു. സിന്ധു ഗംഗാ സമതലങ്ങളിൽ പിൽക്കാലത്ത് ആക്രമണം നടത്തി കടന്നേറിയ സഞ്ചാരി വർഗത്തിൻ്റെ പുതിയ പുതിയ സംഘങ്ങൾ ഇവരുടെ മുകളിൽ നിലയുറപ്പിക്കുകയായി. ആര്യന്മാർക്ക് മുൻപുണ്ടായിരുന്ന നാഗരികതകളിൽ ഏറ്റവും പ്രാചീനമായതിനെ ഈ ജനത പ്രതിനിധാനം ചെയ്യുന്നു. ആക്രമണകാരികൾ ഇവരെ മുക്കി താഴ്ത്തിക്കളഞ്ഞു. ഇപ്പോൾ മോഹൻജൊദാരോയിലും ഹാരപ്പായിലും കണ്ടെത്തിയിട്ടുള്ള സിന്ധു സമതല നാഗരികതയുടെ കാലത്തിൽ നിന്നും അധികം ദൂരത്തിലല്ല ഈ ജനതയുടെ കാലം. സാരോപദേശ പ്രധാനമായി ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും മെച്ചമായ കൃതിയെന്ന് പറയാവുന്ന തിരുക്കുറൾ രചിച്ച തിരുവള്ളുവർ തുടങ്ങിയ കീർത്തിമാന്മാർ ഈ ജനവിഭാഗത്തോട് ബന്ധപ്പെട്ടവരാണ്. ക്രിസ്ത്വബ്ദാരംഭത്തിന് മുൻപാണ് തിരുവള്ളുവർ ജീവിച്ചിരുന്നത്. സാമ്പത്തികമായും രാഷ്ട്രീയമായും പരാജിതരാക്കപ്പെട്ടതും ഭാരതീയ ചരിത്രത്തിലെ ഏറ്റവും ഉദാത്തമായതിനെ എല്ലാം കൈവിടാതെ പരിരക്ഷിച്ചു പോരുന്നതുമായ ഒരു ജനതയെയാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത്. പ്രാചീനവും അമൂല്യവുമായ ഈ ജനതയെ അടിപ്പെടുത്തി ആധിപത്യം കൈക്കൊണ്ട വർഗമാണ് ബ്രാഹ്മണർ എന്നറിയപ്പെടുന്നവർ. അവർ വൈദിക യാഥാസ്ഥിതികത്വം അവകാശപ്പെടുന്നു. അവരുടെ ഉത്പത്തി ആക്രമണകാരികളായ ആര്യന്മാരിൽ നിന്നാണ്. അവരുടെ ദൃഷ്ടിയിൽ ഈ ആദിമ ജനത അപരിഷ്കൃതരാണെങ്കിലും ഇവരുടെ അധ്യാത്മ പാരമ്പര്യം ഉയർന്നതാണ്. ആധിപത്യത്തിന് കീഴ്പ്പെടുകയും പരാജയമടയുകയും ചെയ്തതുകൊണ്ട് അവർ സാമൂഹിക സംശുദ്ധിയിൽ പിന്നോക്കമാണെന്ന് തോന്നുന്നു എന്നേ ഉള്ളൂ. നളചരിതത്തിലും ഹരിശ്ചന്ദ്ര ചരിത്രത്തിലും മഹാഭാരത കഥയിൽ പോലും കാണുന്ന മാതിരി ആര്യജനത സംശുദ്ധി കൊണ്ടും ചിലപ്പോൾ കർക്കശത്വം കൊണ്ടും ഈ പ്രാചീന ജനതയെ അടിപ്പെടുത്തിയെങ്കിലും അധ്യാത്മമൂല്യങ്ങളുടെ തുലാസിൽ നിർത്തി നോക്കുമ്പോൾ കുറഞ്ഞവരായിരുന്നു എന്നും കാണാം. പ്രാചീന ഭാരതീയ ആധ്യാത്മിക മൂല്യങ്ങളിൽ ഏറ്റവും മികച്ചവയെല്ലാം ഈ ആദിമജനത അവരുടെ സംസ്കാരത്തിൽ നിലീനമാക്കി വെച്ചിരുന്നിട്ടും അവർ പരാജിതരാക്കപ്പെട്ടു, പരിഹാസ്യരാക്കപ്പെട്ടു. ബ്രാഹ്മണൻ അങ്ങനെ പറയൻ്റെ എതിരാളിയായി. ഈ വിവേചനവും അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ദ്വന്ദ്വാത്മകമായ അടിയും തിരിച്ചടിയും ഭാരതത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ജീവിത മണ്ഡലങ്ങളെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുകയും സാമൂഹികമായ ഒരു പരിവർത്തനം കൊണ്ടല്ലാതെ പരിഹരിക്കപ്പെടാൻ സാധ്യമല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യക്കാരുടെ സ്വയംഭരണാവകാശത്തെപ്പറ്റി ചർച്ച ചെയ്യുവാൻ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനം വിളിച്ചുകൂട്ടി. അതിൽ പങ്കെടുത്തിട്ട് മടങ്ങിയെത്തിയ മഹാത്മാഗാന്ധി ഹരിജനങ്ങൾ എന്ന് നാമകരണം ചെയ്ത ഈ അധകൃത വർഗക്കാരുടെ സമാജത്തിൻ്റെ കാര്യദർശിയായി ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. ഇങ്ങനെ പിൽക്കാലത്ത് മഹാത്മാഗാന്ധി ഈ അധകൃതരുടെ കാര്യത്തിൽ താത്പര്യം കാണിച്ചെങ്കിലും ഇപ്പോഴത്തെ പ്രതിപാദന വിഷയമായ കാലത്ത് അദ്ദേഹത്തിന് പോലും ഈ പാവപ്പെട്ട ജനങ്ങളോട് സഹാനുഭൂതി ഉണ്ടായിരുന്നില്ല.
വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം ശ്രദ്ധേയമാണെന്നെങ്കിലും അദ്ദേഹം സമ്മതിച്ചത്. 1921 ഒരു മദ്രാസ് സന്ദർശന വേളയിൽ ചിന്താദ്രിപ്പേട്ടിലൂടെ ഗാന്ധിജി കടന്നു പോകുമ്പോൾ അവിടെയുള്ള ഈ പാവങ്ങളുടെ ഒരു ഹാരാർപ്പണം സ്വീകരിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. പക്ഷേ ആ അഭ്യർത്ഥന പാടെ നിരസിക്കപ്പെട്ടു. ലണ്ടനിലെ വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് കൂടുതൽ വിഷണ്ണനും ബോധവാനുമായി മടങ്ങി വന്ന ഗാന്ധിജി നേരത്തെ ഉണ്ടായിരുന്ന ചിന്താഗതി മാറ്റിയെന്ന് മാത്രമല്ല, ആ വഴിക്ക് കൂടുതൽ കടന്ന് ചിന്തിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന വാരികയായ യങ് ഇന്ത്യയുടെ പേര് ഹരിജൻ എന്നാക്കി മാറ്റുക പോലും ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ഹരിജനങ്ങൾ ഒരു വിലങ്ങ് തടിയാകാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു ഈ പേരുമാറ്റം നടത്തിയത്. ഇന്ത്യയിലെ ജാതി വ്യത്യാസത്തിന് താത്വികമായി ന്യായീകരണം നൽകി പരിപോഷിപ്പിക്കുന്നതിന് ഏറിയ കൂറും അടിസ്ഥാനമായിരിക്കുന്ന വർണ്ണാശ്രമധർമ്മവാദത്തിന് ഗാന്ധിജി എതിരായിരുന്നോ എന്നത് ഇന്നും ഒരു തുറന്ന ചോദ്യമായി അവശേഷിക്കുന്നു. പിൽക്കാലത്തുണ്ടായ വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് അദ്ദേഹം ചെയ്ത പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ദാരുണമായ വധം നടന്ന ആഴ്ചയിലെ ഹരിജൻ വാരികയിൽ പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയും തന്നെയും ഇക്കാര്യം സുതരാം വെളിവാക്കുന്ന തരത്തിലുള്ളവയാണ്. ഗാന്ധിയൻ ആദർശങ്ങളിലെ സൂക്ഷ്മമായ യുക്തിവിചാരം മനസ്സിലാക്കുവാൻ ഞാൻ ഹൃദയപൂർവ്വം യത്നിച്ചിരുന്നു. അതിനോട് ഒരു ആവേശം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അതിലെ വ്യാമിശ്രത നിമിത്തം വന്ന ചിന്താക്കുഴപ്പത്തിൻ്റെയും ആദർശങ്ങളോടുള്ള പ്രേമത്തിൻ്റെയും നടുവിൽപ്പെട്ട് ഞാൻ നട്ടം തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചില വാദങ്ങൾ വക്രതയുള്ളതായി തോന്നി. എന്നാൽ അവയ്ക്ക് പകരം മറ്റേതെങ്കിലും നിർദ്ദേശിക്കുവാനും എനിക്ക് അക്കാലത്ത് സാധിക്കുമായിരുന്നില്ല. നന്ദനാരും അദ്ദേഹത്തിൻ്റെ ജനങ്ങളും എന്ന ഉപാധ്യായം. ആന്തരികമായ ഈ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് സമയം കഴിഞ്ഞ് ഞാൻ ഏർപ്പെട്ടിരുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ കുറെ കൂടി പരിണതമായൊരു രൂപം പ്രാപിച്ചുകൊണ്ടിരുന്നു. വല്ലപ്പോഴുമുള്ള അന്നദാനം എന്നത് വിട്ട് ഒരു നിശാപാഠശാലയുടെ സ്ഥാപനത്തിലും അതുകൊണ്ടും തൃപ്തനാകാതെ ഹരിജനങ്ങളെന്ന് വിളിക്കപ്പെട്ടിരുന്നവർക്കൊരു ഹോസ്റ്റൽ ചിന്താദ്രിപ്പെട്ടിൽ സ്ഥാപിക്കുന്ന കാര്യത്തിലും ഞാൻ ഏർപ്പെട്ടു. ഓലമേഞ്ഞ് ഓല കൊണ്ട് തന്നെ കുത്തിമറച്ച് ഒരു താൽക്കാലിക ഷെഡ് പണിയിച്ചു. ഇത് പണിയിച്ചത് നാരായണഗുരു വഴിക്ക് കിട്ടിയ ഭൂമിയിലാണ്. ഗുരു ഈ രംഗത്ത് തൻ്റെ സഹജമായ നിഗൂഢ രീതിയിൽ സ്വമേധയാ കടന്നു വന്ന കഥ കുറച്ചു മുൻപ് പറയാൻ തുടങ്ങിയതായിരുന്നല്ലോ. ഈ സംഭവം എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവിനെ കുറിക്കുന്നതായിരുന്നു. ഇനി അക്കഥ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിശാപാഠശാലയിലെ ക്ലാസ്സും കഴിഞ്ഞ് കുറേയേറെ ചെല്ലുന്നതുവരെ അവിടെ ഇരുന്നു. സമാജത്തിലെ മുതിർന്നവർ ചേർന്ന് 2 ആഴ്ചയ്ക്ക് മുൻപ് നന്ദനാർ എന്ന ഒരു നാടകം അഭിനയിച്ചിരുന്നു. തീണ്ടിക്കൂടാത്തവരെന്ന് കരുതപ്പെട്ടിരുന്ന വർഗത്തിൽപ്പെട്ട നന്ദനാർ എന്ന ഒരു ഋഷിയുടെ ജീവിത കഥയായിരുന്നു അതിലെ ഇതിവൃത്തം. നാടകം നടത്തിയത് മദ്രാസിലെ ജോർജ് ടൗണിൽ വെച്ചാണ്. ചെലവെല്ലാം കഴിഞ്ഞ് ഒരു തുക മിച്ചം വന്നു. പുതുതായി തുടങ്ങിയ നിശാപാഠശാലയ്ക്കും ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ ആഹാരത്തിനും പണം ആവശ്യമായിരുന്നു. എങ്കിലും എൻ്റെ ചിന്ത പോയത് അന്നദാനം നടത്തുന്നതിലേക്കാണ്. മിച്ചം വന്ന തുക ആ പ്രദേശത്തെ പാവങ്ങൾക്ക് വേണ്ടി അടുത്ത ഞായറാഴ്ച അന്നദാനം നടത്തുന്നതിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് തീരുമാനിച്ചു. ഇക്കാര്യങ്ങളെപ്പറ്റിയാണ് രാത്രി അസമയമായിട്ടും വഴിയമ്പലത്തിലെ വരാന്തയിലിരുന്ന് മറ്റ് പ്രവർത്തകരുമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴുണ്ട് ഒരു നീണ്ടു മെലിഞ്ഞ വയോവൃദ്ധൻ കയറി വരുന്നു. മുണ്ടനം ചെയ്ത ശിരസ് തലയിലും കഴുത്തിലുമായി ഒരു മഫ്ലർ ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. പ്രായം 60 തോന്നിക്കും. നല്ല സുഖമുള്ള ലക്ഷണമല്ല. ജലദോഷം പിടിപെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സംഭാഷണ രംഗത്തേക്ക് അദ്ദേഹം നേരെ കയറി വന്നു. അത് നാരായണ ഗുരുവായിരുന്നു. ബാല്യകാലം മുതൽ ഞാൻ സമ്പർക്കം പുലർത്തിപ്പോരുകയും ഗുരുശിഷ്യബന്ധത്തിൻ്റെ ലോകത്തിന് മാത്രം പരിചിതമായ വിശേഷ രീതിയിൽ
പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ സാരമായ സ്വാധീനം ചെലുത്തുകയും ചെയ്ത അതേ ഗുരു തന്നെ. ഞങ്ങൾ തമ്മിലുണ്ടായ ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റേതായ ആ ലോകത്ത് മറ്റ് യാതൊരു പരിഗണനകൾക്കും സ്ഥാനമില്ല. ആ സമയത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് എൻ്റെ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കാൻ കാരണമെന്തെന്നത് ഇന്നും എനിക്ക് അജ്ഞാതമായിരിക്കുകയാണ്. എന്നോട് അദ്ദേഹം വളരെ വാത്സല്യപൂർവ്വം സംസാരിക്കുകയും ഞാൻ ഏർപ്പെട്ടിരുന്ന പ്രവർത്തനത്തെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം അംഗീകരിച്ചു. എങ്കിലും അന്യർക്ക് ഗുണം ചെയ്യുന്നതിനെപ്പറ്റി എനിക്കറിയാവുന്നതിലും കൂടുതലായി എന്തോ ധാരണ ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുള്ളതായി തോന്നി. ഇക്കാര്യത്തിൽ എനിക്കുണ്ടായിരുന്ന ആവേശത്തോളം പ്രകടമായ ഒരു താത്പര്യം അദ്ദേഹത്തിന് എൻ്റെ ഉദ്യമത്തിനോട് ഉണ്ടായിരുന്നില്ലെന്നും അന്യന് നല്ലത് ചെയ്യുന്നതിനെയും ഈ ലോകത്ത് നല്ലവനായി ഇരിക്കുന്നതിനെയും പറ്റിയുള്ള ചില രഹസ്യ തത്വങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടെന്നും മാത്രമേ എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞുള്ളൂ. ഏതായാലും ഏതാനും ദിവസം കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് വെച്ച് നടന്ന അന്നദാനത്തിലും ഗുരു തൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്തു. 2ാം ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.